നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ടോൾ പ്ലാസകളിലെ ഫാസ്ടാഗ് സംവിധാനത്തിൽ മെയ് 1 മുതൽ മാറ്റം വരുന്നുവെന്ന വാർത്തകൾ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു. എന്നാൽ ഈ വാർത്തകളിൽ വിശദീകരണവുമായി കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് രംഗത്തെത്തി. നിലവിലെ ഫാസ്ടാഗ് സംവിധാനത്തിന് പകരം GPS അധിഷ്ഠിതമായ ടോളിംഗ് സംവിധാനം വരുന്നുവെന്നായിരുന്നു വാർത്തകൾ പ്രചരിച്ചിരുന്നത്. ഇക്കാര്യം നിഷേധിച്ചാണ് കേന്ദ്രം രംഗത്തെത്തിയത്. രാജ്യവ്യാപകമായി ഉപഗ്രഹാധിഷ്ഠിതമായ ടോളിംഗ് നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കി. പകരം ഇന്ത്യയിലുടനീളമുള്ള തിരഞ്ഞെടുത്ത ടോൾ പ്ലാസകളിൽ ANPR ഫാസ്ടാഗ് അധിഷ്ഠിത ബാരിയർലെസ് ടോളിംഗ് സിസ്റ്റം നടപ്പിലാക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ പ്രഖ്യാപനം. അടുത്ത 15 ദിവസത്തിനകം രാജ്യത്ത് പുതിയ ടോൾ നയം നടപ്പിലാക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞിരുന്നു. ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിലായിരുന്നു തെറ്റായ വാർത്തകൾ പ്രചരിച്ചത്. ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ വിശദീകരണവുമായി ദേശീയപാത അധികൃതർ രംഗത്തെത്തിയത്. തിരക്കുകൾ കുറച്ച് ടോൾ പ്ലാസകളിൽ സുഗമവും വേഗതയേറിയതുമായ പ്രവർത്തനം ലക്ഷ്യമിടുന്നതാണ് പുതിയ സംവിധാനം. നിലവിലെ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ സംവിധാനത്തോടെയുള്ള ഫാസ്ടാഗിനൊപ്പം ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നീഷൻ സാങ്കേതിക വിദ്യയും ടോൾ പിരിവിനായി ഉപയോഗിക്കും. ഉയർന്ന പ്രവർത്തനശേഷിയുള്ള ക്യാമറകൾ ഉപയോഗിച്ചാണ് നമ്പർ പ്ലേറ്റ് റീഡിംഗ് ചെയ്യുന്നത്. ഇതിലൂടെ വാഹനങ്ങൾ തിരിച്ചറിയാനും റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ഉപയോഗിച്ച് ടോൾ നിരക്കുകൾ കണക്കാക്കാനും സാധിക്കും. പുതിയ സംവിധാനത്തിലൂടെ വാഹനങ്ങൾ നിർത്താതെ തന്നെ ടോൾ തുക ഈടാക്കാം. ഏതെങ്കിലും വാഹനം ടോൾ നിരക്ക് നൽകുന്നതിൽ പരാജയപ്പെട്ടാൽ നിയമലംഘനം ചൂണ്ടിക്കാട്ടി ചെല്ലാൻ നൽകും. പിഴത്തുക നൽകിയില്ലെങ്കിൽ ഫാസ്ടാഗ് റദ്ദാക്കൽ ഉൾപ്പെടെയുള്ള നടപടികളും നേരിടേണ്ടി വന്നേക്കാം. തിരഞ്ഞെടുത്ത ടോൾ പ്ലാസകളിൽ പുതിയ ടോളിംഗ് സംവിധാനം സ്ഥാപിക്കുന്നതിനായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ബിഡുകൾ ക്ഷണിച്ചിട്ടുണ്ട്. പ്രാരംഭഘട്ടത്തിനു ശേഷം ഇതിന്റെ പ്രവർത്തനം നിരീക്ഷിച്ച് രാജ്യത്ത് എല്ലായിടത്തും പുതിയ സംവിധാനം നടപ്പിലാക്കാനാണ് നിലവിലെ തീരുമാനം.